ഈ ഹോമിന്റെ ഈ ഫ്രണ്ട് കവാടം തന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആരുടെ വീട്ടിലാണ് എത്തി നിൽക്കുന്നത്. നമ്മുടെ സ്വന്തം ബൈജു നായർ, ബൈജു ചേട്ടന്റെ വീട്ടിലാണ്. അപ്പൊ എനിക്ക് കാണണം എന്ന് ആഗ്രഹമുള്ള ഒരു വീടാട്ടോ. നേരിട്ട് വന്നൊന്ന് കണ്ടൊന്ന് ആസ്വദിക്കണം എന്ന് ആഗ്രഹമുള്ള വീടാണ്. അതുകൊണ്ടാണ് സ്വാഗതം. ഫീസ് ഒന്നുമില്ല, ഇല്ല, കണ്ടിട്ട് പോകാം, ഫ്രീ ആയിട്ട്. ഇതാണ് വിസിറ്റിംഗ് ഏരിയ ആണോ? അതെ, ഇതാണ് വിസിറ്റേഴ്സ് പ്രധാനപ്പെട്ട ഡ്രോയിങ് റൂം ഇതാണ്. ഓക്കെ. അപ്പൊ ഇപ്പൊ പണ്ടത്തെ പതിവനുസരിച്ച് നമ്മൾ ഈ ടി വി വെക്കുമല്ലോ, അത് നമ്മൾ ഇവിടെ ഒഴിവാക്കി. അപ്പൊ അല്ലെങ്കിൽ എല്ലാരും വന്ന് ടി വി കണ്ടോണ്ടിരിക്കും. പിന്നെ വർത്താനം പറയാനൊക്കെ ആയിട്ടല്ലേ. ഇതാണ് ഡൈനിങ്. ഡൈനിങ് നമുക്കൊരു റിമൂവബിൾ അല്ല, ഇതൊരു മാർബിളില് ചെയ്തിരിക്കുന്ന, ഇത് നീക്കാൻ പോലും പറ്റില്ല. ആഹാ, അങ്ങനത്തെ ഒരു ഡൈനിങ് ടേബിളാണ്. നൈസ്. അപ്പൊ നമ്മള് ഇത്ര സാധനമൊക്കെയാണ് നമ്മള് ഐക്യാന്ന് ഈ പാം ട്രീ ഒക്കെ വീട് പണിതപ്പോഴേ അതൊക്കെ അന്നോട്ട് നമ്മള് വെച്ച് മീനാക്ഷിക്ക് ഒരു വൈറ്റ് തീം വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മളത് ഡു ഇറ്റ് ഫോർ ദ പ്ലോട്ട്, വാട്ട് ഇഫ് ഇറ്റ് ഓൾ വർക്ക്സ് ഔട്ട്. ഇതൊക്കെ അവളുടെ സംഭവങ്ങളാണ്. അതെ. മീനാക്ഷിയും വായനാശീലമുള്ള കുട്ടിയാ. മീനാക്ഷി നന്നായിട്ട് വായിക്കും. മീനാക്ഷി എന്റെ സിസ്റ്ററിന്റെ മോളും എന്റെ സിസ്റ്ററും ഒക്കെ നന്നായിട്ട് വായിക്കുന്നവരാ, എന്റെ അമ്മയും ഒക്കെ. അതെ. വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഓണപ്പൂരം 2026. യെസ്, എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നൊരു ഹോം ടൂർ കാഴ്ചയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഹോമിന്റെ ഈ ഫ്രണ്ട് കവാടം തന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആരുടെ വീട്ടിലാണ് എത്തി നിൽക്കുന്നതെന്ന്. കൂടാതെ തന്നെ ഇവിടെ കാറ്. യെസ്, നമ്മുടെ സ്വന്തം ബൈജു നായർ, ബൈജു ചേട്ടന്റെ വീട്ടിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ വീട് എനിക്ക് നേരിട്ട് കാണുന്നത് ഭയങ്കര ആഗ്രഹമുള്ള ഒരു വീടായിരുന്നു. കാരണം ബൈജു ചേട്ടന്റെ വീഡിയോസിൽ തന്നെ ഞാൻ ഇതിന്റെ മുക്ക് മൂലെല്ലാം പഠിച്ചു വെച്ചേക്കാണ്. അത്രയും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഹോമാണ്. അപ്പോൾ നമുക്ക് ബൈജു ചേട്ടനെ കണ്ടാലോ? ബാ, എൻ്റെ ഒപ്പം പോരെ. മഴയുണ്ട്, ചെറിയ മഴയുണ്ട്, കുഴപ്പമില്ല. മഴ നനഞ്ഞ് നമുക്ക് ഹോം ടൂർ ചെയ്യാം. ആഹാ, കാറ്റ്സ്ലോ ആണ് എനിക്ക് ഈ വീടിന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. കാരണം എനിക്ക് കാറ്റ്സ്ലോ പ്രാന്തുണ്ട്. ഈ വീട് മൊത്തം ബൈജു ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് കാറ്റ്സ്ലോ നല്ല എന്താ പറയാ, ഇങ്ങനെ ലെവലിലായിട്ട് തന്നെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അകത്തത്തെ കാഴ്ചകൾ ഇനി നമുക്ക് കണ്ടാലോ? ബാ. ആഹാ, ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടെയിൻ ഒക്കെ ഉണ്ട്, ചെറിയൊരു വാട്ടർ ഫൗണ്ടെയിൻ. ഇവിടെയൊക്കെ ചെടികളും കാര്യങ്ങളും. അപ്പൊ ഞാൻ ബെല്ലടിച്ച് നോക്കട്ടെ, ആളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം കാറുകളൊക്കെ ഇവിടെ തന്നെയുണ്ട്. തുറക്കൂ. ഹലോ, നമസ്കാരം. ഇന്ന കൈയോടെ മൈക്ക് പിടിക്കട്ടെ. മിഠായില്ല, ഓക്കെ. ഓണപ്പൂരാണ്. അപ്പൊ ഓണത്തിന് ആദ്യമായിട്ട് ഞങ്ങളുടെ മാവേലി വന്ന പോലെ. അതെ, 2026 ആദ്യത്തെ മാവേലി ഞാനാണ്. ഏതൊരു വീട്ടിൽ കയറുമ്പോ വലതുകാല് വെച്ച് കയറണം എന്നാണ്. ഇവിടെ താമസിക്കാൻ പോണോ? എന്നാലും വലതുകാലാണല്ലോ ഐശ്വര്യം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുമ്പോ മനസ്സിലാവും ആരുടെ വീടാണ്. അതുപോലെ തന്നെ ഈ വീടിന്റെ മുക്ക് മൂല എനിക്ക് അറിയാം. കാരണം വീഡിയോസിലൂടെ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ബൈച്ചേട്ടന്റെ വീഡിയോസിലൂടെ. അത്രയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സത്യമാണെന്ന് അറിയണമല്ലോ. അതെ, സത്യമാണെന്ന് അറിയണല്ലോ. ഇങ്ങനെ തന്നെയാണോ? ഇപ്പൊ കാലഘട്ടമാണല്ലോ. അപ്പൊ എനിക്ക് കാണണം എന്ന് ആഗ്രഹമുള്ള ഒരു വീടാട്ടോ. നേരിട്ട് വന്നൊന്ന് കണ്ടൊന്ന് ആസ്വദിക്കണം എന്ന് ആഗ്രഹമുള്ള വീടാണ്. അതുകൊണ്ടാണ് സ്വാഗതം. ഫീസ് ഒന്നുമില്ല, കണ്ടിട്ട് പോകാം, ഫ്രീ ആയിട്ട്. എന്നും മ്യൂസിയം അല്ല ഇത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് ഹോം ടൂർ എല്ലാരും ചായ ഒന്നും കുടിക്കണ്ട അതിന് മുമ്പ് ഇത് പ്രേക്ഷകരെ പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ടോ. കാരണം പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞേക്കണ എന്താ, വീട് കാണിക്കണം എന്നാണല്ലോ. അപ്പൊ ഹോം ടൂർ കഴിഞ്ഞിട്ട് ചായയിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് ഒരു മുക്കുമൂലയൊക്കെ പരിചയപ്പെടുത്തിയാലോ? അപ്പൊ ഇതാണ് വിസിറ്റിംഗ് ഏരിയ ആണോ? അതെ, ഇതാണ് വിസിറ്റേഴ്സ് പ്രധാനപ്പെട്ട ഡ്രോയിങ് റൂം ഇതാണ്. ഓക്കെ. അപ്പൊ ഇപ്പൊ പണ്ടത്തെ പതിവനുസരിച്ച് നമ്മൾ ഈ ടി വി വെക്കുമല്ലോ, അത് നമ്മൾ ഇവിടെ ഒഴിവാക്കി. അപ്പൊ അല്ലെങ്കിൽ എല്ലാരും വന്ന് ടി വി കണ്ടോണ്ടിരിക്കും. പിന്നെ വർത്താനം പറയാനൊക്കെ ആയിട്ടല്ലേ. അതെ, പക്ഷെ ആരെങ്കിലും വരുമ്പോഴേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ബാക്കി അവിടെ ടി വി കാണാണല്ലോ. നല്ലൊരു കളർ തീം കേട്ടോ, ബീച്ച് കളർ അല്ലേ? അതെ, നമ്മൾ മൊത്തത്തിലൊരു ലൈറ്റ് കളർ സ്കീം മതി എന്ന് തീരുമാനിച്ചാണ്. അതിപ്പോ കറക്റ്റ് അടക്കം എല്ലാം നമ്മൾ അങ്ങനെ ചെയ്തു. പിന്നെ കുറെ ഫർണിച്ചർ ഒന്നും വേണ്ടെന്ന് തീരുമാനിച്ചു, കുറച്ചൊക്കെ മതി. കൂടുതൽ ഏരിയ നമ്മൾ
നമ്മളങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. നടക്കണം അല്ലെ, സ്പേഷ്യസ് ആയിട്ട് ഒന്ന് തട്ടാനൊന്നും പാടില്ല. നടക്കാൻ മാത്രം ആളൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ രണ്ടുപേരുള്ളെങ്കിലും ഞങ്ങൾക്ക് നടക്കണം. ഓക്കെ. സോഫയുടെ കളർ ആയാലും ക്രീം ഒക്കെ അല്ലേ. സാധാരണ ഇതൊക്കെ വീട്ടിൽ വെക്കുമ്പോഴത്തേന് പിള്ളേരുള്ള വീടാണെങ്കിൽ പേടി അമ്മമാർക്ക് ഈ കളർ ഇട്ട ചെളി പറ്റിക്കുമെന്ന്. ഇനി മോളുടെ കൊച്ചുണ്ടായിട്ട് വേണം. അതെ, ഓക്കെ. അത് കൊറേ കാലം പിടിക്കുമല്ലോ. മീനാക്ഷി ഇത് കേൾക്കുമ്പോ എന്നെ അടുത്തൊന്നും കെട്ടിക്കാൻ നോക്കണ്ട. ആ അത് അങ്ങനെയാണല്ലോ, പുതിയ തലമുറ അങ്ങനെയാണ്. ഓക്കെ. കളർ കോംബോ കർട്ടൻ എല്ലാം ചൂസ് ചെയ്തത് ആരാ? എല്ലാം ഞങ്ങള് ഒരുമിച്ച് ഞാനും വൈഫും കൂടി ചൂസ് ചെയ്തു. പിന്നെ നമ്മളെ ഒരു ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പരിചയമുള്ള ഒരു ഇന്റീരിയർ ഡിസൈനർ ഉണ്ട്. ശ്രീജിത്തിനെ പിടിച്ചിരുത്തി ശ്രീജിത്തിനെ നമ്മളെ അടിച്ചേൽപ്പിച്ച് നമ്മുടെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിച്ച് മൊത്തത്തിലൊരു സമവായത്തിലെത്തി. ഈ രാഷ്ട്രീയക്കാർ ഒരു സമവായത്തിലെത്തി. അങ്ങനെയൊക്കെയാണ് ഇത്. ഈ വീട് വെച്ചിട്ട് ഇപ്പൊ 2 വർഷം കഴിഞ്ഞോളൂ. 2 വർഷം കഴിഞ്ഞോളൂ. ഓക്കെ. 2 വർഷം കൊണ്ടാണോ ഇത്രയൊക്കെ സെറ്റ് ആയതോ? വന്ന് കയറിയപ്പോ തൊട്ട് സെറ്റ് ആയതാ. പിന്നെ ആദ്യം നമ്മൾ ഇവിടെയൊക്കെ ഒരു ബ്ലൂ സോഫയായിരുന്നു. അതൊക്കെ നമുക്ക് കുറച്ചൊന്നും ആ കളർ ഇത്തിരി കൂടുതലാന്ന് തോന്നിട്ട് ഈയിടെ അങ്ങനെയൊക്കെ ഒന്ന് മാറ്റി. ബാക്കിയല്ല ഏകദേശം എല്ലാം സെറ്റ് ആയിട്ടാണ്. ഓക്കെ. ഇത് യൂട്യൂബിന്റെ അല്ലേ? ഇതാണ് നമുക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സ്, 1 ലക്ഷം ആൻഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ്. പ്രഷ്യസ് ആയിട്ടുള്ള 3 സാധനങ്ങൾ അല്ലേ? ഇവിടെ മറ്റൊരു പ്രഷ്യസ് സാധനങ്ങളുണ്ട്. അതെന്തായാലും വരുമ്പോ കാണിക്കാം. ഇതാണ്. ഇതെനിക്ക് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് തന്ന ഐക്കോണിക് ജേർണലിസ്റ്റ് എന്ന് പറയുന്നത്. ഐക്കോണിക് ജേർണലിസ്റ്റ്. താങ്ക് യു ഫോർ ദാറ്റ്. യെസ്, അതിന്റെ ഒരു അവാർഡും കൂടെ ഉണ്ട്. ഇത് ന്യൂസ്. ഇത് രസമുണ്ടല്ലോ, ന്യൂസ് പേപ്പർ വെക്കുന്നത്. പഴയ ജനായതുകൊണ്ട് ഇപ്പോഴും പത്രം വായിക്കും. പത്രം വായിക്കുക. അതെ, മുടങ്ങാതെ രാവിലെ ഒരു പത്രം വായ ശീലം ഉള്ളതാണ്. അത് കൊളാകാതിരിക്കാൻ അല്ലെ അവിടെ ഒരു സ്പേസ്. ഇതൊരു ലാമ്പാണ്. അതെ, അത് ലാമ്പാണ്. ഓക്കെ. ഇത് ഒത്തിരി വേൾഡ് സഞ്ചരിക്കുന്നോണ്ട് ചോദിക്കുക, ഇതൊക്കെ ഇമ്പോർട്ടഡ് ചൈനയെന്നോ അല്ലെങ്കിൽ ഒന്നുമില്ല. നമ്മളിവിടുത്തെ കുറെ ഫർണിച്ചർ ഇപ്പം ഈ വെളിയിലൊക്കെ കിടക്കുന്ന പല ഫർണിച്ചർ നമ്മൾ ഐക്യ പോയി ബാംഗ്ലൂർ വാങ്ങിച്ചു. ബാക്കി ഇതൊക്കെ നമ്മൾ ഇവിടെ ചെയ്യിപ്പിച്ചാ. അങ്ങനെ വിദേശ സാധനങ്ങൾ എന്ന് പറയുന്നത് ഈ കാണുന്ന സുവനീറുകളും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. ഇപ്പൊ എന്താ ലോകം സഞ്ചരിച്ചവരൊക്കെ ഇങ്ങനെ ചൈനയിൽ നിന്നൊക്കെ ഇങ്ങനെ പോയി ഇങ്ങനെ എടുക്കണൊക്കെ അങ്ങനെ കണ്ടിട്ടില്ല. അത്രയൊന്നും മെനക്കെടാൻ വയ്യ. എനിക്ക് നമ്മുടെ കേരളത്തില് അല്ലേ കൂടെ പോയി ബാംഗ്ലൂർ ഐക്യ പോവാ മേടിക്കുക. ഓക്കെ. ഇത് ഒരുപാട് കൺട്രീസിന്റെ പല പല സാധനങ്ങളാണ്. ഓക്കെ. ഇതിപ്പോ അധികവും സൗത്ത് അമേരിക്ക സാധനങ്ങളൊക്കെയാണ് അത്. ഓക്കെ. പിന്നെ അതെനിക്കൊരു മൊമെന്റോ പോലെ ഇവിടുത്തെ ഒരു ഗോയിസി എന്ന് പറയുന്ന ഒരു കമ്പനി ചാർജിങ് സ്റ്റേഷൻ ഉണ്ട് അല്ലെ. സ്കോഡയുടെ ഇതുണ്ട്. ഇതൊക്കെ ഒരേ കണ്ടു. പിന്നെ മൈൽ സ്റ്റോണിന്റെ ഒരു മൊമെന്റ്. അതിപ്പോ എന്നെ വരുന്നോണ്ട് എടുത്ത് വെച്ചതല്ല, അത് സ്ഥിരമായിട്ട് അവിടെ എനിക്ക് മനസ്സിലായി. എന്നെ പേടിച്ചൊന്നും വെച്ചല്ല. നല്ല വെറൈറ്റി സ്റ്റാച്യൂസ് കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു പൂജാമുറി ഉണ്ട്. അത് പൂജാമുറി അല്ല, ഒരു ചെറിയ സ്ഥലം. അതാണ്. എല്ലാ ദൈവങ്ങളും ഉണ്ട്. എല്ലാവരുടെയും അനുഗ്രഹം. ആരുടെയും കുറവ് വേണ്ട. എല്ലാ ദൈവങ്ങളുടെ അനുഗ്രഹം കിട്ടട്ടെ. അപ്പൊ കണിയൊക്കെ ഇവിടെ ആയിരിക്കും അല്ലെ? വിഷുക്കണിയൊക്കെ ഇവിടെ ആയിരിക്കും. ഇവിടെ ആയിരിക്കും. ഓക്കെ. ഇത് ആരുടെ പ്ലാൻ ഇങ്ങനത്തെ ഒരു പൂജാ റൂം? സാധാരണ നമ്മൾ ഈ ഒരു ഒരു റൂമായിട്ട് ചെയ്യാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇത് കണ്ടിട്ടുണ്ട് പല വീടുകളിലും. അപ്പൊ ഇതാകുമ്പോഴത്തേക്കും അധികം എന്താ പറയുക സ്പേസ് പോകുന്നില്ല. പിന്നെ ഇത് നമ്മൾ പകല് എല്ലാം അടച്ചിടുന്നു, വൈകുന്നേരം സന്ധ്യയ്ക്കും വെളുപ്പിനെ വിളക്ക് കത്തിക്കുമ്പോൾ മാത്രം ഓപ്പൺ ആയിട്ട്. അതുപോലെ ദൈവങ്ങൾക്ക് വിശ്രമം കൊടുക്കണ്ടേ? പകല് മുഴുവൻ നമ്മൾ പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും നമ്മളല്ലേ എല്ലാ നേരം പറയുന്നത് ദൈവങ്ങൾക്ക് വിശ്രമം വേണമല്ലോ. വൈകിട്ടും രാവിലെ ആയിരിക്കും നമ്മൾ അല്ലേ ദൈവത്തിനോട് പറയുന്നത്. ഇത് ഡൈനിങ് കം എന്ന് പറയാനില്ല, ഡൈനിങ് ആണ് ശരിക്കും. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു സോഫയും കൂടെ ഒക്കെ ഇവിടെ ഇട്ടു. പിന്നെ ഇതൊക്കെ മീനാക്ഷിയുടെ ഇതൊക്കെ മീനാക്ഷിയുടെ പഴയകാല ഫോട്ടോകളും. ചെറുപ്പത്തിലെ മീനാക്ഷി. ഇതാണ് ചേച്ചിയുടെ ലോകം. അല്ല, ഇത് ശരിക്കും പറയാം നമുക്ക് ഇവിടെയാണ് നമ്മൾ അധികം കുക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോ ഇവിടെ സോളാർ ആക്കിയതിനു ശേഷം നമ്മൾ അങ്ങനെ ഗ്യാസ് ഉപയോഗിക്കുന്നേ ഇല്ല. നമ്മള് ഇൻഡക്ഷൻ ആണ്. അത് വളരെ ലാഭകരമാണ്. അതുകൊണ്ട് ഇത് പിന്നെ ഇപ്പൊ നോക്കുകൂത്തിയായി വല്ലപ്പോഴും ഒക്കെ നമ്മൾ ഉപയോഗിക്കും. ഇവിടെ എന്താ ഗ്രീൻ ഇങ്ങനത്തെ ഒരു ബ്രൈറ്റ് കളർ, ബാക്കിയെല്ലാം ഒരു സട്ടിൽ കളർ അല്ലേ? മറ്റേ അടുക്കളയില് കുറച്ചൊന്ന് ഒരു ആയിക്കോട്ടെ, എന്നാലും ഡാർക്ക് ആക്കണ്ടെന്ന് വെച്ചതേ ഉള്ളൂ. ഒരു കുറച്ച് ലൈറ്റ് ഒരു ഷെയ്ഡ് വെക്കുന്നതിനോടാണ്. നല്ല രസമുണ്ട്. ഇതൊക്കെ നമ്മള് ഇതിന് ചേരുന്ന രീതിയിലൊക്കെ നോക്കി. കർട്ടൻസ് നല്ല രസമുണ്ട്. കിച്ചൺ അടിപൊളിയായിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും എല്ലായിടത്തും കൊടുത്തിട്ടുണ്ടല്ലേ. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ മീനാക്ഷി ഇല്ലല്ലോ കൊളാക്കാനായിട്ട്. ഇത് ഫ്രിഡ്ജ്. ഫ്രിഡ്ജ്. ഓക്കെ. ഇതാണ് ആഹാ നിറഞ്ഞല്ലോ.
ഇല്ല, ഇതൊന്നും ഇല്ല ശരി. ഇത് ഞാൻ വളരെ അടുത്ത കാലത്ത് തുടങ്ങിയ കളക്ഷനാണ്. തുടങ്ങിയത് പണ്ടൊന്നും ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങിക്കാറില്ല. ഇതിപ്പം ഞാനും തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇത്രയൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, നല്ല രസമുണ്ട് ഇത്. പിന്നെ ഇത് വർക്ക് ഏരിയ. ഇതാണ് ശരിക്കും ഇപ്പൊ കിച്ചണായിട്ട് നമുക്ക് ഇവിടെ ഒരു അക്കയുണ്ട്. പുള്ളിക്കാരി തമിഴ്നാടുകാരിയാണ്, ഫുൾ ടൈം നമ്മുടെ കൂടെ ഉണ്ട്. കൃഷിയുടെ ഒരു മേഖലയാണ് അത്. ഓക്കെ, അതല്ലെങ്കിലും നമ്മുടെ മറ്റു വർക്ക് ഏരിയയിലായിരിക്കും നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളും. ഇത് നമ്മുടെ ഒരു ഷോപ്പീസ് ആയിട്ടായിരിക്കും വെച്ചേക്കുന്നത്. ഇതെന്ത് ഈ രണ്ടെണ്ണം ഇങ്ങനെ ഒരു പ്ലേസ് ഇവിടെ ഇപ്പൊ വരുന്ന ഇപ്പൊ നമ്മുടെ കുടുംബക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കാറില്ലല്ലോ, ഇവിടെ ഇരിക്കും. അപ്പൊ അത് നമ്മള് പണ്ട് നേരത്തെ തൊട്ട് കയ്യിലുള്ള ഒരു ചെയറാണ് ഇത് രണ്ടും. അപ്പൊ അതൊരു രസമുണ്ട്, ഒരു വുഡൻ സാധനമൊക്കെ അല്ലേ. അപ്പൊ അതുകൊണ്ട് പിന്നെ അവിടെ കിട്ടുന്നേ ഉള്ളൂ. അതിന്റെ പ്ലേസ്മെന്റ് ഞാൻ ശ്രദ്ധിച്ചേ, ലൈക്ക് ഇവിടെ ഞാൻ അത് ചോദിക്കണം. പ്ലേസ് ചെയ്യാൻ സത്യത്തിൽ ഇതിനൊരു പ്ലേസ്മെന്റ് ശരിയല്ല അല്ലേ? ശരിയല്ല, അവളോട് പറയാം. അല്ല, നമുക്ക് ഒരു കൗതുകം, ഒരു വേറിട്ട് നിൽക്കുന്ന പോലെ. ഒന്നുമില്ല, ആൾക്കാർ ഇരിക്കുമ്പോഴത്തേക്ക് ഒരുമിച്ച് ഇരിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ അവിടെ കിട്ടുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് ആരുടെ റൂമാ? ഇത് ഞങ്ങളുടെ അമ്മമാരൊക്കെ വരുമ്പോ ഉപയോഗിക്കുന്ന റൂമാണ്. എന്റെ അമ്മയും വൈഫിന്റെ അമ്മയും രണ്ടുപേരും കോട്ടയത്ത് ഒറ്റയ്ക്ക് ജീവിക്കുന്നവരാ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. അപ്പൊ അവര് മുകളിലേക്ക് കയറാനുള്ള ബുദ്ധിമുട്ടുണ്ട്. രണ്ടുപേരും 80 കഴിഞ്ഞവരാ. അവരാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഫാമിലി. ഓക്കെ, നല്ലൊരു ടേബിൾ, വൈറ്റ് ടേബിള്, കർട്ടൻ. ഇതിന്റെ നമ്മുടെ അപ്പുറത്തെ സൈഡാ അല്ലെ? ബാൽക്കണി ഒന്നും അല്ലല്ലോ? ഫ്രണ്ടിലേക്ക് ബാൽക്കണി ഇല്ല. നല്ലൊരു വലിയൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഡ്രസ്സിംഗ് യൂണിറ്റ് ഉണ്ട്. ലോങ് മിറർ കാണുമ്പോഴേ നമുക്കൊക്കെ ഭയങ്കര ആവേശത്തില് ഫുൾ വ്യൂ കാണാലോ. പിന്നെ ഒരു വാഷ്റൂം ഉണ്ട് അല്ലെ? പ്രത്യേകിച്ച് ഇവിടെ മണി പ്ലാന്റ് ഉണ്ട്. പ്രത്യേകിച്ച് ഒറ്റ നോട്ടത്തിലൊന്നും ഞാൻ ശ്രദ്ധിക്കാൻ പറ്റുന്ന, അതാണ് ഐശ്വര്യം. കണ്ടോ, എല്ലാ വീട്ടിലും ബൈച്ചേട്ടന്റെ വീട് കണ്ടതിന് ശേഷം എല്ലാ റൂമിലും നമുക്ക് മണി പ്ലാന്റ് ഒക്കെ നിറച്ചു വെക്കാം. ഇവിടെ ഒരു ഇങ്ങനത്തെ ഒരു ഫാൻ ഉണ്ട്. ഓക്കെ, ലണ്ടനിൽ നിന്ന് ഓൺലൈൻ മേടിക്കുന്നതാണ്. പറയാൻ പറ്റില്ല, ചേട്ടൻ ലോകം മൊത്തം സഞ്ചരിക്കുന്നതുകൊണ്ട് ഇതൊരു റൂം. ഇതൊരു സത്യത്തിൽ ഓഫീസ് റൂം പോലെയാണ്. ഞാൻ എന്റെ ചില പരിപാടികളൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കുന്നത്. ഒരു പ്രിന്ററും അങ്ങനത്തെ ലാപ്ടോപ്പ് പരിപാടിയൊക്കെ ആയിട്ട് ഇരിക്കുന്ന സ്ഥലം. പിന്നെ ഇവിടെയാണ് നമ്മുടെ അക്ക കിടക്കുന്നത്. ഇവിടെ ഇപ്പം പിന്നെ നമ്മുടെ ഫ്രണ്ട്സോ ഒക്കെ വരുമ്പോഴത്തേക്കും താമസിക്കുന്ന സ്ഥലമേ ഉള്ളൂ. അപ്പൊ ഇവിടെയാണ് അക്കയുടെ റൂം അല്ലേ? ഒരു സ്മോൾ അല്ലെ, ഒരു കോഫി പ്ലേസ് പോലത്തെ ഒരു. അപ്പം ഇത്രയാണ് ഇവിടെ. പിന്നെ ഇതാണ് നമ്മുടെ കോർട്ട്യാർഡ്. വാവ്, ഇതിലും ഇങ്ങനെ വെള്ളം വരത്തില്ലേ? വീണോണ്ടിരുന്ന ചൈന എന്നുള്ള സാധനം തോന്നുന്നു, അതുകൊണ്ട് ഇപ്പൊ വർക്ക് ചെയ്തില്ല. ഓ, നല്ല രസമുണ്ടല്ലോ. ഇത് ഞാൻ പല വീഡിയോസിലും കാണാറുണ്ട്. അപ്പൊ എനിക്ക് മേടിച്ചു വെക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ മോട്ടറൊക്കെ ഇവരെ അത്ര നല്ല മോട്ടറൊന്നും അല്ല. ലൈറ്റ് കത്തും, പക്ഷെ വെള്ളം വീഴുന്നത് ഇപ്പൊ ഇന്നലെ നോക്കിയപ്പോ കാണുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല. ചേട്ടാ, ഇവിടെ മൊത്തം മണി പ്ലാന്റ് വെച്ചേക്കുന്ന ചേച്ചി. ചോദിക്കണം എന്താണ് ഇതിന്റെ പിന്നെ പ്രചോദനം എന്നുള്ളത്. അല്പം വരുമാനം കുറയുന്ന മണി പ്ലാന്റ്. ഞാൻ വന്നപ്പോഴാണ് ഇവിടെ ഇത്രയും മണി പ്ലാന്റ് ഉണ്ടെന്ന് ചേട്ടൻ തന്നെ കണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അപ്സ്റ്റെയറിലേക്ക് പോയാലോ? ആൻഡ് നമ്മുടെ ഗ്രൗണ്ടിൽ തന്നെ ഒരു പൗഡർ റൂം ഉണ്ട് അല്ലെ? വാഷ്റൂം അല്ലെ? പുതിയ ഭാഷയാണല്ലോ പൗഡർ റൂം. അതുകൊണ്ടാണ് ഞാൻ വാഷ്റൂം കൂടെ ഒന്ന് പറഞ്ഞത്. ഇവിടെ ലോങ് ആയിട്ടുള്ള ലൈറ്റ് ഉണ്ട്. ഈ ഷാൻലിയർ എന്നൊക്കെ പറയുന്ന പണ്ട് ജോസ് പ്രകാശിന്റെ ഒക്കെ സിനിമയില്. ഇപ്പൊ പക്ഷെ എന്താ ചൈനയിൽ നിന്ന് വരുന്നുണ്ട്, വലിയ വിലയൊന്നും ഇല്ല. ഇത് ഇവിടുന്ന വാങ്ങിച്ചെങ്കിൽ ഇതൊക്കെ ചൈനയിൽ നിന്ന് വരുന്നതാണല്ലോ. പണ്ടൊക്കെ ഫ്രാൻസിൽ നിന്നൊക്കെ വരുന്നതാ. അപ്പം നമ്മൾ ഈ നൈറ്റ് ഗൗണൊക്കെ ഇട്ട് പൈപ്പൊക്കെ കടിച്ചു പിടിച്ച് വില്ലന്മാരൊക്കെ ഇറങ്ങി വരുമ്പോ പൈപ്പ് ഇല്ലാത്തോണ്ട്. ഇതിന്റെ ഇന്റീരിയർ പ്ലാനിങ് എല്ലാം ചേച്ചി ചേട്ടനോ ആയിരുന്നോ? നമ്മൾ തന്നെയാണ്. ഞാൻ പറയല്ല, പിന്നെ ശ്രീത്ത് എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്ത് ഇന്റീരിയർ ഡിസൈനർ, അദ്ദേഹം കൂടി ഇരുന്നിട്ട് നമ്മള് ചെയ്തെടുത്ത. അപ്പൊ ശ്രീത്ത് ആണെങ്കിലും ഒരു മിനിമലിസ്റ്റിക് ഇതിന്റെ ആളാണ്. അപ്പം ശ്രീത്ത് ആണെങ്കിലും പുള്ളിയുടെ അഭിപ്രായങ്ങളൊക്കെ എടുത്തിട്ട് നമ്മള് ചെയ്ത. അപ്പൊ ഇതാണ് നമ്മുടെ TV. ഇതൊരു ഹോം തിയേറ്റർ ആണ്. അത് വൈകുന്നേരം ഇരുന്ന് TV കാണാം. ഞാൻ പൊതുവെ തിയേറ്ററിൽ പോയി സിനിമ കാണാത്തയാണ്. എനിക്ക് ഭയങ്കര മടിയാ. എനിക്ക് വെച്ചാൽ അത്ര ക്ഷമയില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് 4-5 തവണയായിട്ടൊക്കെ ആയിരിക്കും ഒരു സിനിമ കണ്ടു തീർക്കുന്നത്. അയ്യോ, എനിക്കൊക്കെ ഒറ്റ എന്തോ ഒരു എനിക്ക് സങ്കടമൊന്നും പറ്റില്ല, അത് ഓടിക്കണം. കരച്ചിലൊന്നും എനിക്ക് പറ്റില്ല. അങ്ങനെ ഇരുന്ന് കാണുന്ന സ്ഥലം. കരച്ചിൽ വരുമ്പോ ഞാൻ കരയും. എനിക്ക് കുത്തും ഇടിയൊന്നും പറ്റത്തില്ല. അത് ഞാൻ കണ്ണടച്ചിരിക്കും. അത് എനിക്ക് ഓടിക്കണം. പിന്നെ ഇവിടെ ഒരു എന്താ വെള്ളം വെക്കാനുള്ള കൂജ
പൂജ. ഇവിടെ നട്ട്സ് ഒക്കെ രണ്ടെണ്ണമൊക്കെ അടിക്കാൻ പോകുമ്പോ നട്ട്സ് ഒക്കെ വേണ്ടേ? സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ അല്ലേ? ഇതാണോ സ്ഥിരം സ്പോട്ട്? ഇതാണ് എന്റെ പഴയ നായന്മാര് കാരണന്മാരുടെ ചാരികസേര, അതിന്റെ ഒരു പുതിയ രൂപം വിചാരിച്ചാൽ മതി. അതെ, ഇതിങ്ങനെ സ്വിങ് ചെയ്യില്ലേ? ഇങ്ങനെ ചെയ്യും, അങ്ങനെ ആടും. അങ്ങനെ ആടുക, നട്ട്സ് കഴിക്കുക. വൈകുന്നേരം ഒന്ന് വരണം അല്ലേ? അതെ, വൈകുന്നേരമായിരുന്നു വരേണ്ടത്. ഇപ്പൊ ഈ ക്ലൈമറ്റും കൂടെ ആവുമ്പത്തേനോ അടിപൊളി ഇതൊക്കെ. ഇത് പിന്നെ സോഫ. അതെ അതെ, ഇതെല്ലാം നമ്മൾ ഇവിടെ തന്നെ തന്നെ ഡിസൈൻ ചെയ്ത് കൊടുത്ത് ചെയ്യിപ്പിച്ചതാണ്. ഓക്കെ. ഇപ്പത്തെ ഇത് നല്ലൊരു ബാൽക്കണി ഉണ്ട്, അതുകൂടെ കാണാൻ നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണത്. ഇപ്പത്തേന്ന് വെച്ചില്ലേ, ഈ ഒരു സൈഡ് ഇങ്ങനെ ലോങ് ആയിട്ട് എല്ലാരും ഗ്ലാസ് വെക്കില്ലേ? ആ ഐഡിയ എന്താ നിങ്ങൾ വെക്കാതിരുന്നേ? അല്ല, ഇത് ലോങ് ആണ്, ഇതിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പല്ലേ വന്നുള്ളൂ. ഇതാ ഗ്ലാസ് ആണ്. പിന്നെ ഇതൊക്കെ പ്രശ്നം വെച്ചാൽ ഇതിപ്പോ നമ്മള് റിമോട്ടിലാണ് കർട്ടനൊക്കെ ഇടുന്നത്. അതിനൊക്കെ എന്തെങ്കിലും ഇപ്പൊ അതിന്റെ സൈഡിലൊക്കെ ചെളി പിടിച്ചോണ്ട് ഇതെന്നും ഇതിനൊക്കെ എന്തെങ്കിലും പ്രശ്നം വരും. അത് ആള് കയറി നമുക്ക് ആ മറ്റേ വലിയ ലാഡർ അതൊക്കെ വരുമ്പോ വലിയ പണിയാ. അതിനേക്കാളും ഭേദം ഇങ്ങനെ തന്നെ. ഇത് അടിപൊളി, നൈസ്. അപ്പൊ നമ്മള് ഇത്തരം സാധനമൊക്കെയാണ് നമ്മള് ഐക്യന്ന് വാങ്ങിച്ചത്. ഈ പാം ട്രീ ഒക്കെ വീട് പണിതപ്പോഴേ അതൊക്കെ അന്ന് തൊട്ട് നമ്മള് വെച്ച് പിടിപ്പിച്ച് അടിപൊളി. മൊത്തം ഒരു കാടിന്റെ നടുക്ക് പോലത്തെ ഒരു ഫീല്. ഇവിടെ മഴ കൊള്ളാതിരിക്കാൻ ഇതും വെച്ചിട്ടുണ്ട്. നൈസ് വൈബ്. എനിക്ക് ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ എല്ലാരും വരികയും നമ്മളെപ്പോഴും ഇവിടെ വന്നിരിക്കും, അങ്ങനെ ഒന്നുമില്ല. ഇപ്പാണ് കുറെ നാളിന് ശേഷം തുറന്നത്. അല്ല, അങ്ങനല്ല, നമ്മളെപ്പോഴും ആദ്യമൊക്കെ നമ്മളിവിടെ രാവിലെ കട്ടൻ കാപ്പി ചായ കുടിക്കുന്ന ഇവിടെ ആയിരിക്കും. ഒന്നുമില്ല, രാവിലെ പൂണ്ടല്ലേ ഷൂട്ടിന് വേണ്ടി അറിയാം എവിടെ. അതല്ല, ഇതുപോലെ തന്നെ എന്റെ വീട്ടിൽ ഇങ്ങനെ ചെറിയൊരു ബാൽക്കണിയില് ഇങ്ങനെ ഇത് വെച്ചിട്ട് ഈ ക്യാറ്റ്സിലൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ ഇന്ന് മോർണിംഗ് ഇവിടെ വരിക, ന്യൂസ് പേപ്പർ എടുത്ത് വരിക. അതിപ്പോ എനിക്ക് കേറാൻ പോയിട്ട് അല്ല, ഇപ്പൊ നമ്മളെ ഈ പഴയ പോലെ വീട്ടിൽ ഒത്തിരി പേരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സംഭവിക്കും. അല്ലെങ്കിൽ ഇതൊക്കെ കണക്കാണ്. പക്ഷെ കുഴപ്പമില്ല, നല്ല വല്ലപ്പോഴും അല്ലേ മൈൻഡിനൊക്കെ ഒരു മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാൻ പറ്റിയ പ്ലേസ് ആട്ടോ. ചെയ്യാൻ പറ്റിയ പ്ലേസ് ഒക്കെ ഇതൊക്കെയാണ് ഐക്യെന്നൊക്കെ. ഇതൊക്കെ മഴ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ മഴ നനയില്ലല്ലോ, ചാറ്റിലും അങ്ങനെ വലിയതായിട്ടും നമ്മുടെ അടുത്ത് അകത്ത് വെക്കും. ഓക്കെ, ഇത് നല്ല ഇതാണ്. ഞാൻ ഓർക്കെ മീനാക്ഷിയൊക്കെ ഇങ്ങനെ കോണ്ടന്റിനോടൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എന്തോരം വീഡിയോസ് അല്ലേ. എത്ര എവിടെ വെച്ചാലും ഫ്രെയിംസ് ആണ്. അതാണ് ഇതിന്റെ ഒരു കളർ കോമ്പിനേഷനും കാര്യങ്ങളും. ചേട്ടൻ ഇവിടെ നിന്ന് വീഡിയോസ് എടുക്കാറില്ല? ഇല്ല, എനിക്ക് വണ്ടി കയറില്ലല്ലോ. വണ്ടിയല്ല, പോഡ്കാസ്റ്റ് ഒക്കെ ഇപ്പൊ എല്ലാരും തുടങ്ങുന്നില്ലേ? അല്ല, പോഡ്കാസ്റ്റ് ഞാൻ തുടങ്ങിയതോ സംസാര ചാനൽ. പക്ഷെ ടൂ മച്ച് ഓഫ് പോഡ്കാസ്റ്റ് ഒന്നും എനിക്ക് തോന്നിയിട്ട് ഞാനൊന്നും നിർത്തിയതാ. കാരണം ബോറടിച്ചു തുടങ്ങി പലർക്കും പോഡ്കാസ്റ്റുകൾ. അപ്പൊ ഞാൻ കുറച്ചൊന്ന് കഴിയട്ടെ. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞല്ലോ, നമ്മളിപ്പോ ആരെ വിളിച്ചാലും 150 പേര് വിളിക്കുന്നു ഇതുമായിട്ട് എന്നൊക്കെ പറയും. അതുകൊണ്ട് ഞാൻ എന്റെ രഞ്ജേട്ടൻ പറഞ്ഞിരിക്കും, നിന്നെ കൂടെ കൂട്ടി 150ാമത്തെ യൂട്യൂബുകാരാ വിളിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഞാൻ ആർക്കും ഇന്റർവ്യൂ കൊടുക്കുന്നത്, ഞാൻ തുടങ്ങാൻ പോയി യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞ അവസ്ഥ. ഇപ്പൊ എല്ലാരും യൂട്യൂബ് എന്നൊക്കെ. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? സ്വർണ്ണം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറയുന്നല്ലോ. അതൊരു മദ്യക്കുപ്പിയാ. തീർന്നപ്പോ അതിന്റെ ഒരു ഭംഗി കണ്ടപ്പോ ചെസ് കളിക്കോ? ഇല്ല, അതും ചുമ്മാ പണ്ട് കളിക്കായിരുന്നു അച്ഛനുള്ള കാലത്ത്. അച്ഛൻ മരിക്കുകയും എന്റെ ക്ഷമ നശിക്കുകയും ഒക്കെ ചെയ്തപ്പോ പിന്നെ ഇരിക്കാൻ വയ്യ. അച്ഛൻ ഉപയോഗിച്ചാണോ? അല്ലല്ലോ, ഇത് അയ്യണ ഒരാൾ ഗിഫ്റ്റ് തന്നു. ബുദ്ധി കണ്ടോന്ന് സ്പെക്സ് ഒക്കെ വെച്ചപ്പോഴേ പറയണേട്ടപ്പോ ആൾക്കാർ വിചാരിച്ചാണ് ഭയങ്കര ബുദ്ധിയാണ്. അതെ, ഇത് നിങ്ങളുടെ ഫാമിലി ചെറുക്കാണ്. ഇതേ മീനാക്ഷി. ഇതാണ് മീനാക്ഷി. അയ്യോ, ബൈചേട്ടന് എന്ത് വ്യത്യാസാ നോക്ക്. അത് മീശയുള്ള കാലം. എന്നാലും ഫേസ് ദിനം സുന്ദരനായി വരിക. അതെ, അത് എന്റെ അച്ഛനും അമ്മയും, ഇത് വൈഫിന്റെ അച്ഛനും അമ്മയും. ഇത് മീനാക്ഷിയുടെ ക്ലോസ് ഫ്രണ്ട്സ്, നമ്മുടെ നാദർഷയുടെ മക്കള് ആയിഷയും. അവർ രണ്ടുപേരും മീനാക്ഷിയുടെ പണ്ട് തൊട്ട് ഒരുമിച്ച് പഠിച്ച്. ഇതാണ് മീനാക്ഷിയുടെ വലിയ കുട്ടിയായിട്ടുള്ള ഫേസ്. ഇപ്പൊ ഇങ്ങനെ തന്നെയാണോ? കുറച്ചും കൂടെ മാറ്റം വന്നു. തൽക്കാലം നമുക്ക് ആ ഫേസ് ഒപ്പിയെടുത്തോ ക്യാമറയില്. മീനാക്ഷി എന്നെ ജീവിക്കാൻ അനുവദിക്കില്ല. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നിങ്ങളുടെ ബെഡ്റൂം ഏതാ? ഇതാണ് മീനാക്ഷിയുടെ ബെഡ്റൂം. മീനാക്ഷിയുടെ ബെഡ്റൂം. മീനാക്ഷിക്ക് ഒരു വൈറ്റ് തീം വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മളത് ഡു ഇറ്റ്
for the plot, what if it all works out. ഇതൊക്കെ അവളുടെ സംഭവങ്ങളാണ്. അതെ. മീനാക്ഷി വായനാശീലമുള്ള കുട്ടിയാ? മീനാക്ഷി നന്നായിട്ട് വായിക്കും. മീനാക്ഷി എന്റെ സിസ്റ്ററിന്റെ മോളും എന്റെ സിസ്റ്ററും ഒക്കെ നന്നായിട്ട് വായിക്കുന്നവരാ. എന്റെ അമ്മയും ഓക്കെ. ഒരുപാട് ബുക്സ് ഉണ്ട്. ഇത് കൊള്ളാലോ. അത് ഞാൻ ന്യൂസിലൻഡിൽ നിന്ന് വാങ്ങിച്ചത്. വെറൈറ്റി ആയിട്ടുണ്ട്. ഞാൻ എന്തോ അതിലേക്കൊക്കെ എന്റെ കണ്ണ് പെട്ടെന്ന് ചെന്നെത്തുന്നു. ഇവിടെ ഇത്രയും നല്ലതൊന്നും കണ്ട് ഞാൻ ഏട്ടടിയിലേക്ക് പോയ. ഇവിടെ ഫാമിലി ഫോട്ടോ ഉണ്ട്. ഇവിടെ ഒരു വൈറ്റ് തീം ആയതുകൊണ്ടാന്ന് തോന്നുന്നത് അല്ലേ? വൈറ്റ് വേണം എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യിച്ചതാ. ഓക്കെ. ഇവിടെ ഒരു ചെറിയൊരു സോഫ. ഇതെന്താ? ഇവിടെ ബാൽക്കണി ഒന്നുമില്ല. ബാൽക്കണി അല്ല. ബെഡ്റൂമിന് ഇനി നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിന് മാത്രമേ ബാൽക്കണി ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇതാണ് മീനാക്ഷിയുടെ വൈറ്റ് തീം ബെഡ്റൂം ആണ്. നല്ല ഭംഗിയുണ്ട്. മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂം അത്യാവശ്യം നല്ല രീതിയിൽ സ്പേഷ്യസ് ആണ്. നല്ല ഗ്രീൻ തീം ഒക്കെ കൊടുത്ത് അവിടെ ഉണ്ട് മണി പ്ലാന്റ് അവിടെയും വെച്ചിട്ടുണ്ട്. ഇത് മറ്റേ ലൈക്ക് ഈ തുണി ഇതിങ്ങനെ ഇടുന്ന അല്ലേ? ഡ്രസ് സ്റ്റാൻഡ് ആണ്. ഇത് കൊള്ളാലോ. ഇതെവിടെന്നാ പണിയിപ്പിച്ചാണോ? ഇതൊക്കെ ഓൺലൈൻ വാങ്ങിക്കുന്ന. ഓൺലൈനിൽ ഇങ്ങനെയൊക്കെ കിട്ടും. ഇനി ഇവിടെ ഇവിടെയാണ് ബാൽക്കണി. അതിങ്ങനെ അവിടം വരെ ഉണ്ട്. ഇവിടെ ഇരിക്കാറുണ്ടോ? ഇവിടെ വല്ലപ്പോഴും ഇരിക്കും. റൂം അടുത്തായതുകൊണ്ട് അല്ലേ? ശുദ്ധവായു ഒക്കെ. ഇവിടുത്തെ ഒരു ഗുണം കണ്ടില്ല, ഇത് കാക്കനാടിന് നടുക്ക. പക്ഷെ ഒരു ടൗണിന്റേതായ ഒരു ശല്യമില്ല. നല്ല പച്ചപ്പും മഴയും മോർണിംഗ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര അടിപൊളിയായിരിക്കും. ഇത് പണിതായോണ്ട് നമുക്ക് ആ പ്ലാൻ അനുസരിച്ച് അല്ലേ നമുക്കെല്ലാം ചെയ്തെടുക്കാനും നമ്മുടെ ഒരു കുഞ്ഞു സ്വർഗ ലോകം. നല്ല രസമുണ്ട്. അപ്പൊ ഇവിടെ കൊണ്ട് വീട് തീർന്നു എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അങ്ങനല്ല, നമുക്ക് ഇനി മുകളിലേക്ക് ഒരു ഫ്ലോർ കൂടെ ഉണ്ട്. ഫ്ലോർ ഉണ്ട്. ആ ഫ്ലോർ എന്തായാലും തപ്പിക്കൊണ്ട് ഞാൻ നിന്ന് ഇവിടെ കൊണ്ട് വീട് തീർന്നു. പക്ഷെ ഒരു റൂം ഇങ്ങനെ കാണിച്ചു തന്നിരുന്നല്ലോ ഞങ്ങൾക്കെന്ന് പറഞ്ഞു. അപ്പൊ ആ റൂം എവിടെയാ? സ്വാഗതം. മുകളിലേക്ക് ഇനി ബൈച്ചേട്ടന്റെ വീട്ടിൽ ആരെങ്കിലും പോകുമ്പോ ഞാൻ പറഞ്ഞു കൊടുക്കും, ഇന്ന മൂലയിൽ ഇന്ന സാരി ഇരിപ്പുണ്ട് കറക്റ്റ് ആയിട്ട്. ഇതൊരു ലോണ്ടറി സ്പേസ് ആണ്. ഇതൊരു മെയ്ഡ് ബെഡ്റൂം. ഒരു വാഷ്റൂം എല്ലാം പക്ക പ്ലാൻ ആയിട്ടല്ലേ. ഫ്യൂച്ചറിൽ ഇനി ചിന്തിച്ച് ഓവറായിട്ട് ഇനി കൊളാക്കാൻ പാടില്ല. ഞാൻ ഈ വീട് വെക്കുമ്പോ ഞാൻ ആദ്യം ആലോചിച്ചത് ഇത് ജീവിതത്തില് ഇനിയിപ്പോ നമ്മൾ താമസിക്കാനായിട്ട് ഒരു വീട് വേറെ വെക്കാനില്ല. അതുകൊണ്ട് നമ്മൾ ഇത് മാക്സിമം നമ്മുടെ ആഗ്രഹങ്ങൾ തീർക്കാം. ഇപ്പൊ കാരണം ഞാൻ വിചാരിച്ച കൂടുതൽ എക്സ്പെൻസീവ്, പക്ഷെ എക്സ്പെൻസ് ആയി. പക്ഷെ ഞാനത് വിചാരിച്ചതാ. ഇതിന്റെ അപ്പുറത്തേക്ക് ഇനി ഞാൻ ഏതായാലും ഇനി ഈ പ്രായത്തിൽ വേറെ ഒന്നും വീട് വെക്കാൻ പോകുന്നില്ല. പക്ഷെ ഞാനിപ്പം വാഗമണിൽ ഞാനൊരു കുഞ്ഞു വീട് പണിയുന്നുണ്ട്. അത് പക്ഷെ നമ്മൾക്ക് വല്ലപ്പോഴും പോയി താമസിക്കാൻ വേണ്ടി മാത്രം. ഇല്ല. നമുക്ക് പോയി ഈ പറഞ്ഞ കോട്ടയംകാർ ആയതുകൊണ്ട് വൈകുന്നേരം അടിക്കുക, പോയിരിക്കുക, അതിനുള്ള വീടാണത്. അതിനി ഹോം ടൂർ ചെയ്യാൻ വരണം. അതിപ്പോ ഒരു മഴക്കാലം ആയതുകൊണ്ട് ഒന്ന് നിർത്തി വെച്ചിരിക്കുകയാണ്. അതിന്റെ സ്ട്രക്ചർ ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ ഒന്ന് ഫൈനലിലേക്ക് പോണം. അപ്പൊ ഇതാണ് ബൈജു ചേട്ടന്റെ ഒളിത്താവളം. വീട്ടില് ചേച്ചി ബൈജു ചേട്ടൻ ഇല്ലാന്ന് പറയുമ്പോ നിങ്ങൾ ഈ അങ്ങനെയല്ല, അവളോട് വഴക്കിട്ടിട്ട് വന്നിരിക്കുന്ന സ്ഥലം. അത് സത്യമല്ലോ. ഇരിക്കാനും കിടക്കാനും പ്രശ്നമില്ല. കാണണ്ട, ഇവിടെ തന്നെ എല്ലാം ഉണ്ട്. ബുക്കിന് ബുക്കുണ്ട്. ഫുഡൊക്കെ ഓർഡർ ചെയ്താലും നമുക്ക് വരുത്തിപ്പിക്കാം. ഓക്കെ. ഇത് നമ്മളൊരു ലൈബ്രറി ആയിട്ട് ആണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പറഞ്ഞ ഇരുന്ന് ഈ ഫ്രണ്ട്സും അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുമിച്ചിരിക്കാവുന്ന ഒരു സ്ഥലം. ഇപ്പൊ ഇതിൽ ഈ കാണുന്ന സോഫകളൊക്കെ നമ്മുടെ പഴയ അപ്പാർട്ട്മെന്റിലെ സോഫകൾ നമ്മൾ കളർ മാറ്റി അങ്ങനെയൊക്കെ കൊണ്ടുവന്നു. ഇതടക്കമുള്ള എല്ലാ സാധനവും എല്ലാം പഴയത്. ഈ നടുക്കുള്ളത് മാത്രമേ ഉള്ളൂ പുതിയത്. നല്ല സുഖം. ബാക്കി എല്ലാം പഴയത് തന്നെ. ഇവിടെ വന്നിരുന്ന് ബുക്കുകൾ വായിക്കാറുണ്ടോ? ഇല്ല, പൊതുവെ ഇല്ല. കാരണം ഞാൻ എപ്പോഴും ഞാനിപ്പോ താഴെ നോക്കി അറിയാം, നമ്മുടെ ബെഡ്റൂമില് ടോയ്ലറ്റില് എല്ലായിടത്തും പുസ്തകങ്ങളാണ്. അപ്പൊ നമ്മൾ ഇതിലെ നടക്കുന്നു അവിടെ എല്ലാം നമ്മൾ പുസ്തകങ്ങൾ വായിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഇവിടെ വന്നിരുന്ന് വായിക്കുന്ന ഒരു പക്ഷെ ഞാൻ എപ്പോഴും പുസ്തകങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കും. എനിക്ക് അതുകൊണ്ട് ഇത് നല്ലൊരു ലൈബ്രറി വെക്കാൻ ആവശ്യമാണ്. നല്ല അടുക്കി അല്ലേ? ഏത് ടൈപ്പ് ഓഫ് ബുക്സ് വായിക്കാനാ താല്പര്യം? ഞാൻ പണ്ടൊക്കെ അധികം ഫിക്ഷൻ ആയിരുന്നു. ഇപ്പൊ ഞാൻ കംപ്ലീറ്റ് ഫിക്ഷൻ നിർത്തിയിട്ട് ഞാൻ നോൺ ഫിക്ഷൻ, ഓട്ടോബയോഗ്രഫി, റിയലിസ്റ്റിക്കിലേക്ക് അങ്ങനത്തെ സാധനങ്ങളിലേക്കൊക്കെയാണ് ഇപ്പൊ അധികം പോകുന്നത്. അത്തരം പുസ്തകങ്ങൾ ഏത് പുതിയ വന്നാലും അപ്പൊ തന്നെ വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയെല്ലാം സ്റ്റോർ ചെയ്തല്ലേ. പിന്നെ ഈ സൈഡിൽ ഒരു ചെറിയൊരു ബാർ പോലെ ഉണ്ട്. അത് പിന്നെ നമ്മൾ വീഡിയോയിൽ പൊതു മൊത്തത്തിൽ കാണിക്കാൻ പാടില്ല. ഞങ്ങൾ ഈ കോട്ടയംകാർ എപ്പോഴും എല്ലാരും ചോദിക്കും,
ഈ കള്ളു കുടിക്കുന്ന കാര്യമൊക്കെ വീഡിയോയിലൊക്കെ പറയാമോ? ഞാൻ കോട്ടയത്ത് ഇത് വേ ഓഫ് ലൈഫാ. അതെ അതിപ്പോ അങ്ങനെ ഭയങ്കര മറച്ചു വെക്കുന്നില്ല. വീട്ടിലിപ്പം മിക്ക വീടും ഇപ്പം പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വീടുകളിലൊക്കെ അമ്മച്ചനും അമ്മച്ചും എല്ലാവരും വലിയ സംഭവം. നമ്മളെ സംബന്ധിച്ച് വലിയ സംഭവം. പള്ളി കേൾക്കുമ്പോ അങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെ എന്താ പറയുന്നത്, നമ്മൾ ചെയ്യുന്ന കാര്യമല്ലേ. എന്ന് വെച്ചാൽ മുഴുകുടിയന്മാരൊന്നുമല്ല. ഒരിക്കലും നിങ്ങൾ കോട്ടയത്ത് എവിടെ നോക്കിയാലും ഒരിക്കലും അടിച്ച് ഫിറ്റേ കിടക്കുന്നതായിരുന്നു കാണുന്നില്ല. അത് കൃത്യമായി വന്ന് അടിക്കുക, എൻജോയ് ചെയ്യുക, നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുക, രാവിലെ ഉഷാറായിട്ട് വീണ്ടും പണിക്ക് പോവുക. അതാണ് അവിടുത്തെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് അല്ലേ. അതെ, കോട്ടയംകാർക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ. നമ്മള് ഭയങ്കര ഒരു എല്ലാവരും ഒരേ വൈബാണ്. നല്ല ഭയങ്കര കൂൾ മനുഷ്യർ, ഒന്നും വലിയതായിട്ടും നേക്കൊന്നുമില്ല. അങ്ങനെ പിന്നെ ദൈവത്തിനെ പോലും കളിയാക്കും. അതൊന്നും വിഷയമൊന്നുമില്ല. അങ്ങനത്തെ രസമുള്ള ഒരു ജനത. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഭയങ്കര ഒരു ബന്ധമുള്ള ഒരു കൂട്ടരാണ്. ഇതാണ് ബൈജു ചേട്ടന്റെ വീട്. അപ്പൊ നമുക്കിനി താഴത്തേക്ക് ഇറങ്ങാം അല്ലെ. താഴത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓണപ്പൂരത്തിൽ നമ്മൾ ബൈജു ചേട്ടന്റെ വീട് അടക്കി വാങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഓണപ്പൂരം ഇതൊരു പൂരം തന്നെയായി മാറിയിട്ടുണ്ട്. എല്ലാം കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതിന്റെ ബാക്കിൽ ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ട്. ഇവിടെ നമ്മൾ തുണിയൊക്കെ അലക്കി ഉണക്കി ഇടാനുള്ള ഒരു റൂമാണ് ഇത്. അത്ര എല്ലാ കാര്യങ്ങളും നമ്മളങ്ങ് ശ്രദ്ധിച്ചു ആരും കാണാതിരിക്കാൻ അല്ലേ. അവിടെ ഇരുന്ന് ഉണങ്ങിക്കോളൂ. ഓക്കെ, നനയത്തുമില്ല, പേടിക്കവും വേണ്ട. എല്ലാം ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്യണോ? അത് കുഴപ്പമില്ല, ഒരു തിരിച്ചുവരവ് എന്തായാലും വേണം. പിന്നെ സോളാർ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. സോളാർ ഉള്ളതുകൊണ്ട് 310 രൂപ ആണ് നമ്മളിത് കറണ്ട് ചാർജ്. എത്ര ലൈറ്റ് വേണമെങ്കിലും ഇടാം. അതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് യാതൊരു മനക്ലേശവും ഇല്ലാതെ എല്ലാം ഓൺ ചെയ്തിടാം. ഒരു കുഴപ്പമില്ല. കറണ്ട് ആണെങ്കിൽ അയ്യോ AC കുറച്ച് നേരം ഓൺ ആക്കിയാ. ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ ഇവിടെ ചെയ്ത ഏറ്റവും ബുദ്ധിപരമായ കാര്യം സോളാർ വെച്ച. കാരണം സോളാർ ഒക്കെ വെക്കാൻ നമ്മൾ ഉപദേശം ചോദിച്ചുണ്ടല്ലോ, 100,000 കാര്യങ്ങൾ പറഞ്ഞ ആൾക്കാര് അതൊന്നും നോക്കാതെ അങ്ങ് വെച്ചു, ഒരു ഉപദേശം ചോദിക്കാതെ. ഹാപ്പി ആയിട്ട് എന്ത് വേണമെങ്കിലും അല്ലെ. ലൈറ്റ് നമുക്ക് EV ഉണ്ടല്ലോ, EV ചേച്ചി യൂഷ്വലി ഏത് കാറാ എടുക്കാറ്? അവള് ഹോണ്ട ബ്രിയോ ആണ്, അവളൊരു ഓട്ടോമാറ്റിക് ഉണ്ട്. അതാണ്. അത് പക്ഷെ അവർക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഷെഡിൽ എന്റെ വണ്ടികൾ കിടന്നിട്ട് എപ്പോഴും ഈ സ്ത്രീകൾക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയണ്ടേ, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഒന്നും അല്ല, പക്ഷെ സ്ഥലമില്ലാത്തതുകൊണ്ട് അവളുടെ വണ്ടി അധികം ഒരു പറമ്പില്ല. എന്റെ വണ്ടി പിന്നെ പുറത്ത് വെക്കുമ്പോ ഞാൻ പറയും, പാപ്പന് ഫോർച്യൂണർ നടക്കുന്നില്ലല്ലോ, എന്റെ വണ്ടി നനഞ്ഞ് തന്നെ എനിക്കൊരു സങ്കടം വരാറുണ്ട്. ഓക്കെ, അത് തൽക്കാലം ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. അതെ, കാരണം എന്തായാലും നിങ്ങൾ വേണം ഇടാനായിട്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, പുറത്തിടും. അപ്പൊ എല്ലാ വെയിലും കൊള്ളും, പിന്നെ നമ്മളെപ്പോഴും വില കൂടിയ വണ്ടികൾ അകത്തിടുക എന്നുള്ളതാണല്ലോ ന്യായം. അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഓക്കെ, ഇതൊക്കെ വുഡ് തന്നെയാണോ? അതെ അതെ, വുഡാണ്. ഓക്കെ, ഇതിപ്പം പലരും ചെയ്യുന്നുണ്ട് ഈ ടൈപ്പ്. ഇങ്ങനത്തെ ഒരു സ്റ്റേഴ്സ് ഭയങ്കര. ഇപ്പൊ ഞാൻ ഈ അടുത്ത കാലത്ത് നമ്മള് ഇവിടെ അമ്പലത്തിൽ പോകുന്ന വഴിക്ക് ഒരു ഷോപ്പ് കണ്ടു, സ്റ്റേഴ്സിന് വേണ്ടി മാത്രം സ്റ്റെയർസ് ഡിസൈൻ ചെയ്യുന്ന ഒരു സ്ഥാപനം. അപ്പോഴാണ് ഇതൊക്കെ എത്രത്തോളം ആൾക്കാർ ഇപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലായി. എനിക്ക് പിന്നെ ഇഷ്ടം ഇവിടുത്തെ ടൈൽസ് ആണ്. ഭയങ്കര ഗ്ലേസിങ്ങും അതിന്റെ കൂടെ എന്തോ ഗോൾഡൻ ഫിനിഷിങ്ങും പോയിട്ടുണ്ട്. നല്ല ഗ്ലേസിംഗ് ആയിട്ടുള്ള. ഇതെന്താ, ഈ ടൈലിന്റെ പേരെന്താ? ഇതുവരെ ഓർമ്മ വന്നില്ല. ടൈലിന്റെ പേരത് ഓർമ്മ വരുന്നില്ല. ഓക്കെ, ഇപ്പൊ ട്രെൻഡിങ് മാറ്റ് ഫിനിഷ് ആണല്ലോ. ഇപ്പൊ കുറച്ച് ഇയേഴ്സ് ആയിട്ട് മാറ്റ്. എന്തുകൊണ്ടാണ് മാറ്റിലേക്ക് പോകുന്നത്? മാറ്റിന്റെ പ്രശ്നം വെച്ചാൽ മാറ്റ് എനിക്ക് തോന്നിയൊരു കാര്യം, സ്ക്രാച്ച് വീഴാൻ എളുപ്പം. ഇതില് സ്ക്രാച്ച് ആണെങ്കിലും പെട്ടെന്ന് അറിയില്ല. മറ്റേ സ്ക്രാച്ച് വീണാൽ അറിയും. ഈ ഇപ്പൊ ഫർണിച്ചർ ഒക്കെ നിരക്കുമ്പോഴൊക്കെ വരും. പക്ഷെ ഞാൻ ഏറ്റവും മുകളിൽ കണ്ടില്ല, നമ്മള് വുഡൻ ഫ്ലോർ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോ നമ്മള് വാഗമണിലൊക്കെ ചെയ്യുമ്പോൾ നമ്മള് കുറച്ച് മൊറോക്കൻ ടൈൽസ് ഒക്കെ കൂടുതൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ഇപ്പൊ ഇവിടെ എന്റെ വൈഫിന്റെ വീട് അടുത്താൽ നമ്മൾ റിനോവേറ്റ് ചെയ്തപ്പോൾ അധികം മൊറോക്കൻ ടൈൽസ് ഉപയോഗിച്ചു. നല്ല ഭംഗിയാണ്. ഓക്കെ, നമുക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് ഇനി വാഗമൺ വീടും കൂടെ ഹോം ടൂറിന് വിളിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൂടുകയും ചെയ്യാലോ. അപ്പൊ വാഗമൺ ഹോം ടൂർ ആയിട്ടായിരിക്കും ഇനി. ക്രിസ്മസിന് പിന്നെ പണി തീരില്ലേ? ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ സഹായിക്കേണ്ടി വരും സാമ്പത്തികമായിട്ടൊക്കെ. മനസ്സുകൊണ്ട് സഹായിക്കാനാണെങ്കിൽ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവും. ഓക്കെ, അടുത്ത വർഷം തീരും. അടുത്ത വർഷം തീരും. ഓക്കെ, അപ്പൊ ഹോം ടൂർ ആയിട്ട് അടുത്ത വർഷം വാഗമണിലത്തെ വീട് ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തൊക്കെയാണ്. ഒരു ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് പിടിക്കാം. വീണ്ടും ഒരു ഓണപ്പൂരം അല്ല ഓണപ്പൂരം അല്ല ഓണപ്പൂരം 2027 ആയിട്ട് വാഗമണിലത്തെ വീട്. സ്വന്തം ചാനൽ ഇടരുത് ദൈവത്തിന്. ഞാൻ എന്റെ ചാനലിലൂടെ ജീവിക്കുന്ന ആളാ. അപ്പൊ അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സാമ്പത്തിക സഹായം വീട് മാത്രം ഇടണ്ടാവും, ബാക്കി ചുറ്റുപാട് മൊത്തം കാണിച്ചോ. കാറ് എന്ത് വേണമെങ്കിലും കാണിച്ചോ, വീട് ഇടരുത്. വീട് എക്സ്ക്ലൂസീവ് ഫോർ അല്ലേ ഓണപ്പൂരത്തിന് തന്നെ വെച്ചോ, കുഴപ്പമില്ല.
അപ്പൊ ബൈച്ചേട്ടാ അങ്ങനെ വീട് മൊത്തം കണ്ടു.